നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ അഭയം തേടുന്നവർ ബിദുൻ പദവി ദുരുപയോഗം ചെയ്ത് നുഴഞ്ഞുകയറുന്നു. കുവൈറ്റിലെ പൗരത്വമില്ലാത്ത ന്യൂനപക്ഷ വിഭാഗമായ ബിദുൻ, അതായത് പൗരത്വമില്ലാത്തവർ എന്ന പദവി ദുരുപയോഗം ചെയ്ത് UK-യിൽ അഭയം നേടാനുള്ള ഒരു 100% ഉറപ്പുള്ള മാർഗം കടത്തുകാർ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നതായി ടെലിഗ്രാഫ് അന്വേഷണത്തിൽ കണ്ടെത്തി. 25 പേജുള്ള അറബി രേഖയിൽ കുവൈറ്റിന്റെ ചരിത്രം, ദേശീയ സ്മാരകങ്ങൾ, പോലീസ് കാറുകളുടെ നിറം വരെ വിശദീകരിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ ബിദുവിന് പാസ്പോർട്ടില്ല, സ്കൂളില്ല, ആശുപത്രിയില്ല, പോലീസ് മർദ്ദിക്കും, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങി, ഇങ്ങനെ അഭയാർത്ഥി അഭിമുഖത്തിൽ പറയേണ്ട വാചകങ്ങൾ വരെ റെഡിമെയ്ഡായി നൽകിയിരിക്കുന്നു. 2021 മുതൽ 2025 വരെ കുവൈറ്റിൽ നിന്ന് 5272 പേർ UK-യിൽ അഭയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മുൻ 20 വർഷത്തെ മൊത്തം ഇരട്ടിയാണിത്. അംഗീകാര നിരക്ക് 41% നിന്ന് 81% ഉയർന്നു. പൗരത്വമില്ലാത്തവർ എന്ന വിഭാഗത്തിൽ 2025 റെക്കോർഡ് 1418 അപേക്ഷകളും 92.1% അംഗീകാരവും. 10 വർഷം മുമ്പ് തന്നെ ഇറാഖികൾ ബിദുനായി അഭിനയിക്കുന്നതായി ജോർദാൻ UK ഹോം ഓഫീസിനെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യാജ ജനന വിവാഹ സർട്ടിഫിക്കറ്റുകൾ, ഒരേ മസ്ജിദിൽ നിന്നുള്ള രേഖകൾ, ഇറാഖ് പാസ്പോർട്ട് ഉപയോഗിച്ച് അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിച്ച ചിലർ പിന്നീട് UK-യിൽ ബിദുനായി അഭയം തേടിയതും കണ്ടെത്തി. ഹോം ഓഫീസ് ഇപ്പോഴും ബയോമെട്രിക് പരിശോധനയും ഭാഷാ വിശകലനവും നടത്താറുണ്ടെങ്കിലും ഈ 100% ഗ്യാരണ്ടി മാനുവൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നു. ലണ്ടനിൽ ക്യാൻസർ ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം സ്വദേശിനി നിര്യാതയായി. ലണ്ടനിൽ ക്യാൻസർ ചികിത്സ തേടിയെത്തിയ തിരുവനന്തപുരം പുല്ലുവിള സ്വദേശിനി സരോജ നാട്ടിലെത്തി മണിക്കൂറുകൾക്കകം മരിച്ചു. 3 വർഷം മുമ്പ് ഭർത്താവിനോടൊപ്പം UK-യിലെത്തിയ സരോജ ന്യൂഹാം ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഡോക്ടർമാർ ഇനി മുന്നോട്ട് ചികിത്സയ്ക്ക് സാധ്യതയില്ല എന്ന് അറിയിച്ചതോടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാനായി 2 ദിവസം മുമ്പ് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് നേരെ വീട്ടിലെത്തി അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് സംസാരിച്ചു. ആ സന്തോഷം ആസ്വദിക്കാൻ പോലും സമയം ലഭിച്ചില്ല. മണിക്കൂറുകൾക്കകം ഹൃദയം നിലച്ചു. മക്കളില്ലാത്ത ദമ്പതികൾക്ക് ബന്ധുക്കളും നാടും മാത്രമായിരുന്നു ലോകം. ലണ്ടനിലെ ചികിത്സാ ചെലവ് താങ്ങാനാവാതെ വന്നപ്പോൾ അവസാന നിമിഷങ്ങളെങ്കിലും നാട്ടിൽ ചെലവഴിക്കാനുള്ള തീരുമാനം ശരിയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ബെൽഫാസ്റ്റിനടുത്ത് ഹോട്ടലിൽ ഒളിഞ്ഞുനോട്ടം, മലയാളി ജീവനക്കാരന് 14 മാസം തടവ്. അയർലൻഡിലെ കൊളറൈനിൽ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന മലയാളി യുവാവ് നിർമ്മൽ വർഗീസിന് 14 മാസം കഠിന തടവ്. അതിഥികളുടെ കിടപ്ര ദൃശ്യങ്ങളും നഗ്ന ദൃശ്യങ്ങളും മൊബൈലിൽ പകർത്തി സൂക്ഷിച്ച കുറ്റമാണ് ചുമത്തിയത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി ജൂലൈ കാലയളവിൽ 40ഓളം വീഡിയോകൾ ഫോണിൽ കണ്ടെത്തി. വാലന്റൈൻസ് ഡേയിൽ എത്തിയ പ്രണയ ദമ്പതികളുടെ സ്വകാര്യ നിമിഷങ്ങൾ വരെ ചിത്രീകരിച്ചിരുന്നു. കോടതി പ്രതിയെ 10 വർഷത്തേക്ക് സെക്സ് ഒഫൻഡേഴ്സ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി. ഫോൺ നശിപ്പിക്കാനും ഉത്തരവിട്ടു. റിമാൻഡ് കാലാവധി കണക്കാക്കിയതിനാൽ ബാക്കി മാസങ്ങൾ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി. ശിക്ഷാകാലം പൂർത്തിയാകുന്നതോടെ വർക്ക് വിസ റദ്ദാക്കി നാടുകടത്തുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. UK-യിൽ 1 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന വിദേശികളെ ഓട്ടോമാറ്റിക് ഡീപ്പോർട്ട് ചെയ്യുന്ന പുതിയ നിയമം മലയാളികൾക്കും ബാധകമാണ്. ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് കോടതി പരമാവധി കർശന നടപടി സ്വീകരിച്ചതെന്ന് ജഡ്ജി വ്യക്തമാക്കി. നാട്ടിൽ 10 വർഷത്തിലേറെ പ്രവർത്തനരഹിതമായ ബാങ്ക് അക്കൗണ്ടുകളുള്ള പ്രവാസികൾ ശ്രദ്ധിക്കുക. 10 വർഷമോ അതിലധികമോ കാലമായി ഇടപാട് നടത്താത്ത സേവിങ്സ്, കറന്റ്, ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളിലെ തുക റിസർവ് ബാങ്കിന്റെ ഡിപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് മാറ്റാൻ ബാങ്കുകൾക്ക് RBI നിർദ്ദേശം നൽകി. 1 രൂപ പോലും നഷ്ടപ്പെടില്ലെന്നും എപ്പോൾ വേണമെങ്കിലും പലിശ സഹിതം തിരിച്ചെടുക്കാമെന്നും അറിയിക്കുന്നുണ്ടെങ്കിലും പ്രവാസികൾ ഇടയ്ക്ക് ഇടപാട് നടത്തി അക്കൗണ്ട് സജീവമാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഇപ്പോൾ വീഡിയോ KYC ഏത് ബ്രാഞ്ചിലും പുതുക്കൽ സൗകര്യം ലഭ്യമാണ്. അക്കൗണ്ട് ഉടമ മരിച്ചാലും നോമിനിക്കോ നിയമ അവകാശിക്കോ ക്ലെയിം ചെയ്യാം. എന്നാൽ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് നിഷ്ക്രിയ ഫണ്ടുകൾ കേന്ദ്ര സർക്കാരിന് ഉപയോഗിക്കാൻ സൗകര്യമാകും എന്നതാണ്. ചില്ലറ തുകയല്ലേ വിട്ടേക്കാം എന്ന മനോഭാവം ഉപേക്ഷിക്കുക. അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. 10 വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു ചെറിയ ഇടപാട് നടത്തിയാൽ മതി. അക്കൗണ്ട് സുരക്ഷിതമാകും. ഡിസംബർ 6 ബർമിംഗ്ഹാം ബാലാജി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ സംഗീതാർച്ചന. മണ്ഡല മകരവിളക്ക് പുണ്യകാലത്ത് അയ്യപ്പ ഭക്തർക്കായി UK-യിലെ പ്രമുഖ മലയാളി ഗായകർ ഒന്നിക്കുന്നു. ഡിസംബർ 6 ശനിയാഴ്ച വൈകിട്ട് 4 മുതൽ 8 വരെ ബർമിംഗ്ഹാം ശ്രീ ബാലാജി ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന സംഗീതാർച്ചനയിൽ മലയാളം, തമിഴ്, ഹിന്ദി ഭക്തിഗാനങ്ങൾ മുഴങ്ങും. UK-യിലെ പ്രശസ്ത ഗായകരും ഗായികമാരും അണിനിരക്കുന്ന ഈ ഭക്തി സംഗീത വിരുന്നിന് മുകേഷ് കണ്ണൻ കീബോർഡ്, സന്ദീപ്
തബല, അക്ഷയ് കുമാർ വയലിൻ എന്നിവർ നയിക്കുന്ന ഓർക്കസ്ട്ര, അകമ്പടി സന്നാഹം, ശരണവിളികളും അയ്യപ്പ ഭക്തി ഗാനങ്ങളും ബാലാജി മന്ദിരത്തെ ഒരു ചെറിയ ശബരിമലയാക്കി മാറ്റും. കുടുംബസമേതം എത്തിച്ചേരാൻ എല്ലാ അയ്യപ്പ ഭക്തരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. കെയർ വർക്കർമാർക്ക് ILR 15 വർഷമാക്കുന്ന നിർദ്ദേശത്തിനെതിരെ മലയാളി സമൂഹം. UK-യിലെ ലക്ഷക്കണക്കിന് കെയർ വർക്കർമാരുടെ ഭാവി അനിശ്ചിതമാക്കുന്ന പുതിയ ഇമിഗ്രേഷൻ നിയമ നിർമ്മാണത്തിനെതിരെ മലയാളി സമൂഹം രംഗത്ത്. കെയർ വിസയിലെത്തിയവർക്ക് അനിശ്ചിതകാല താമസ അനുമതി ലഭിക്കാൻ 15 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബോംബെയിലെ 300ഓളം മലയാളി കെയർ വർക്കർമാർ ബാൺസ്ലി MP സ്റ്റെഫാനി പീക്കിന് നിവേദനം സമർപ്പിച്ചു. 2021 അവസാനം എത്തിയവരിൽ ഭൂരിഭാഗവും 5 വർഷം കൊണ്ട് ILR ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് UK-യിലെത്തിയത്. പെട്ടെന്നുള്ള 10 വർഷം കൂടി കാത്തിരിപ്പ് സാമ്പത്തിക മാനസിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ബാൺസ്ലി ബോംബെൽ മേഖലയിൽ മാത്രം 500-ലധികം മലയാളികൾ കെയർ സെക്ടറിൽ ജോലി ചെയ്യുന്നുണ്ട്. ട്രേഡ് യൂണിയനുകളും സമൂഹവും ഒന്നിച്ച് പാർലമെന്റിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. തങ്ങൾ രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന് നട്ടെല്ലാണെന്നും തങ്ങളെ വിവേചനം ചെയ്യരുതെന്നുമാണ് കെയർ വർക്കർമാരുടെ ഒരൊറ്റ ശബ്ദം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Facebook, Instagram, YouTube എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.